നമസ്കാരം. വയനാട്ടിലെ രക്ഷാപ്രവർത്തനവും ഒക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ തുടരുകയാണ്. ഇതിനിടയിലും താൻ തൻ്റെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ മേയറുട്ടി രംഗത്തുണ്ട്. ആമഴിയഞ്ചാൻ തോട്ടിൽ ജോയി എന്ന മനുഷ്യൻ മാലിന്യങ്ങൾക്കിടയിൽ കിടന്ന അതിദയനീയമായി മരിച്ചപ്പോൾ അതിൻ്റെ കുറ്റബോധം കക്ഷിയെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നതാണ് തോന്നുന്നത്. അതിനാൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ തനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന വിമർശനങ്ങളെയൊക്കെ മാറ്റാൻ വേണ്ടി കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുൻകൈയെടുക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. അതിൻ്റെ ഭാഗമായി അതായത് മേയർക്കെതിരെയുള്ള വിവാദ പരാമർശങ്ങളുടെയൊക്കെ പേരുദോഷം മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് ചുരുക്കം. അത് വ്യക്തമാക്കുകയാണ് മേയറുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ. മേയർ ഈ പേരുദോഷമൊക്കെ മാറ്റാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ അധിക സമയവും സജീവമായി പ്രവർത്തിക്കുന്നത് തന്നെയാണ് നാം കാണുന്നത്. നഗരത്തിലെ പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടുന്നതിന് വിപുലമായ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും കാലം ഉണ്ടായിരുന്ന വിഷയമല്ല കേട്ടോ. ജോയി മരിച്ചതിനു ശേഷം മാത്രമുണ്ടായ ബോധമാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ്റെത്. എന്തായാലും ഇത്തരത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം ഇനി ക്ലീൻ ചെയ്തേ നിർത്തുകയുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ ആരും കണ്ടില്ല എന്ന് നടിക്കരുത്. എന്തായാലും മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്നും ഇതുവരെ അതായത് ജൂലൈ മാസത്തിൽ മാത്രം 14,30,610 രൂപ പിഴ ഈടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയാൻ നഗരസഭ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ് മേയർ പറയുന്നത്. സോണൽ സർക്കിൾ ഓഫീസുകൾ മുഖേനയും ഡേ സ്ക്വാഡ്, നൈറ്റ് സ്ക്വാഡ്, സ്പെഷ്യൽ സ്ക്വാഡ് എന്നിവ മുഖേനയും ഒക്കെ നടത്തുന്ന പരിശോധനകളിലൂടെ പിടികൂടുന്നത് കൂടാതെ പൊതുജനങ്ങൾ അവരുടെ മൊബൈൽ ഫോൺ ക്യാമറകളിലും വീടുകളിലും സ്ഥാപിച്ച CCTV ദൃശ്യങ്ങളിലൊക്കെ ഒപ്പിയെടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടുന്നുണ്ടെന്ന് മേയർ പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയാണ്. വീടുകളിലെ പ്ലാസ്റ്റിക് മാലിന്യം ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുക, ഭക്ഷണ മാലിന്യങ്ങൾ കിച്ചൺ ബിൻ സംവിധാനങ്ങളിലൂടെ സംസ്കരിക്കുക, വ്യാപാര സ്ഥാപനങ്ങളിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ നഗരസഭയുടെ അംഗീകാരമുള്ള ഏജൻസികളെ മാത്രം ഏൽപ്പിക്കുക എന്നിങ്ങനെ മാലിന്യങ്ങൾ സംരക്ഷിക്കുവാൻ നഗരസഭ വിവിധമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകുന്നുണ്ട് എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അറിയിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരുടെ ചിത്രങ്ങൾ പകർത്തി നഗരസഭയ്ക്ക് അയച്ചു നൽകാൻ വേണ്ടി ഒരു ഫോൺ നമ്പറും മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയിട്ടുണ്ട്. ആ ഫോൺ നമ്പർ ഇങ്ങനെയാണ്: 94 47 37 74 77 എന്നത് നമ്പർ. ഇനി ഒരു ഇമെയിൽ ID നൽകിയിട്ടുണ്ട്. അതായത് tvm@gmail.com എന്നതാണ് ഇമെയിൽ. ഇതിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ആരുടെയെങ്കിലും ദൃശ്യങ്ങൾ കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ ദൃശ്യം എടുത്ത മേയർക്ക് പരാതി രീതിയിൽ അയക്കാമെന്നാണ് മേയർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മാസം നഗരസഭ മധ്യത്തിലെ ആമഴിയഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിന് ഇറങ്ങിയിട്ടുള്ള ശുചീകരണ തൊഴിലാളിയായ ജോയി മരണപ്പെട്ടതിന്റെ ഒരു ദുഃഖം അത് മേയറെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് വീണ്ടും ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ആമഴിയഞ്ചാൻ തോട്ടിൽ ആ ജോയി എന്ന മനുഷ്യൻ മരിക്കുന്നത് മാലിന്യങ്ങൾക്കിടയിൽ കിടന്നിട്ടാണ്. ആ മാലിന്യം ഉണ്ടാകാൻ കാരണം നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനം തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം ഏകദേശം 8 കോടി പിരിച്ചിട്ടും അതിൽ 2 കോടി രൂപ മാത്രമായിരുന്നു ചിലവിട്ടത്. അപ്പോൾ താൻ ചെയ്യേണ്ടുന്ന ജോലി കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണോ ആ മനുഷ്യൻ മരിച്ചത് എന്നൊരു കുറ്റബോധം ഈ മേയർക്ക് ഉണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ മറ്റേ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതുപോലെ തന്നെ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം ഇത്രയും കാലമില്ലാത്ത ക്ലീനിങ് രീതികളൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ മേയർ നടത്തുന്നുണ്ട്, അതിന് നേതൃത്വം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേയർ എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴെങ്കിലും ബോധം വന്നല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ആശ്വസിക്കാം. മേയർക്ക് അഭിനന്ദനങ്ങൾ നേരാം. മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ പിറകിൽ ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, ഇനി അടുത്ത നഗരസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണുണ്ടോ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരി കൂടുതൽ വൃത്തിയോടും അതുപോലെ തന്നെ മാലിന്യ വിമുക്തവും ഒക്കെ ആക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജീവമാകുന്നുണ്ട് എന്നത് പറയാതിരിക്കാൻ വയ്യ.